ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട്, കേരള ഹിസ്റ്ററി ആണോ എക്കണോമിക്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കൂടുതൽ പേരും കേരള ഹിസ്റ്ററി ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ് എന്ന ഭാഗത്തിലെ ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശരിക്ക് ആ ക്രമത്തിൽ പറഞ്ഞു പോകുമ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവരെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിന് നമുക്ക് ആദ്യം ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിലോട്ട് പോവാം. ഇന്ത്യയിൽ വ്യാപാരത്തിനായിട്ട് വന്ന അവസാനത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാ, അതുപോലെ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാ എന്നൊക്കെ പറഞ്ഞിരുന്നു. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. അതുപോലെ പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് അത് ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1664 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1602. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മാഹി ആയിരുന്നു. കേരളത്തിൽ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹി അഥവാ മയ്യഴിയിലായിരുന്നു. മാഹി മയ്യഴി ഒന്നാണ്. മാഹി അഥവാ മയ്യഴിയിലായിരുന്നു ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അതുകൂടി ഇവിടെ ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. അപ്പോൾ 1722 ഫ്രഞ്ച് കമ്പനി മാഹിയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാനുള്ള അവകാശം കടത്തനാട് രാജാവിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു. കടത്തനാട് രാജാവ് വടകര വാഴുന്നവർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ അവരുടെ വ്യാപാര താല്പര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാഹിയിൽ ഒരു കോട്ടയും പണിതു. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ച വർഷം 1724 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാഹിയിൽ കോട്ട നിർമ്മിക്കുന്നത്. ഈ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട എന്നറിയപ്പെടുന്നത്. 1725 അവർ മാഹിയിൽ അവരുടെ അധികാരമൊക്കെ ശക്തമാക്കി. 1725 അതിനു വേണ്ടിയിട്ട് ഈ കടത്തനാട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ബെട്രാൻസ് ഫ്രാങ്കോയ്സ് മാഹി ഡിലെ ബോണേഴ്സ്. ബെട്രാൻസ് ഫ്രാങ്കോയ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇവിടെ. അപ്പോൾ ഇതൊരു പറഞ്ഞത് എന്തൊക്കെയാണ്? വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളായിരുന്നു ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1664. മാഹി ആയിരുന്നു കേരളത്തിലെ പ്രധാന കേന്ദ്രം. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിക്കുന്നത് 1724. ബെട്രാൻസ് ഫ്രാങ്കോയ്സ് മാഹി ഡിലെ ബോണേഴ്സ് ആയിരുന്നു ആ ഫ്രഞ്ച് ക്യാപ്റ്റൻ ആയിരുന്നു 1725 കടത്തനാട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ മാഹി എന്ന് പറയുന്നത് കേരളത്തിനുള്ളിലെ മലയാളം സംസാരിക്കുന്ന ഒരു പ്രദേശമാണെങ്കിലും കേരളത്തിലെ ജില്ല അല്ല. അത് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. കുറേ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നല്ലൊന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ഒരു നദിയാണ്, അതാണ് മയ്യഴിപ്പുഴ. അതേപോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് മലയാള നോവൽ എഴുതിയത് ആരാണ്? എം മുകുന്ദനാണ്. അദ്ദേഹത്തെ തന്നെയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഈ മാഹി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് മാഹിയെ 3 വശങ്ങളിലായി ചുറ്റുന്ന ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ ഈ പറഞ്ഞതൊന്നും കേരള ഹിസ്റ്ററിയെ ബന്ധപ്പെട്ടതൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ശക്തി ക്ഷയിക്കാൻ കാരണമായ യുദ്ധം ഏതായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ
ശക്തി ക്ഷയിക്കാൻ കാരണമായ യുദ്ധം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. 1746 മുതൽ 1763 വരെ 20 വർഷ കാലയളവിലാണ് ഈ 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. അപ്പോൾ നമുക്ക് ഒന്നാം കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് നോക്കാം. 1746 മുതൽ 48 വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. 1748 ഐക്സ്ല ചാപ്പൽ ഉടമ്പടി പ്രകാരമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. ഇതിനെ ആച്ചൻ ഉടമ്പടി എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ മദ്രാസ് ബ്രിട്ടീഷുകാരുടെ കീഴിലായത് ഈ ഉടമ്പടി പ്രകാരമായിരുന്നു. ഇതാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 1754 വരെയായിരുന്നു. ഇത് അവസാനിക്കുന്നത് 1754 പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരമാണ്. ഈ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ അവരുടെ ശക്തി ഉറപ്പിക്കുന്നത്. 1754 പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് 1758 മുതൽ 1764 വരെയായിരുന്നു. ഈ മൂന്നാം കർണാട്ടിക് യുദ്ധ കാലയളവിൽ നടന്ന ഇന്ത്യയിലെ മറ്റൊരു യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമായ നിർണായകമായൊരു യുദ്ധമാണ് ഈ വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഈ വാണ്ടിവാഷ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലപ്പേരാണ് വാണ്ടിവാഷ് എന്ന് പറയുന്നത്. തെക്കിൻ്റെ പ്ലാസി എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അതോടുകൂടി ഫ്രഞ്ചുകാരുടെ പതനം പൂർത്തിയായി എന്ന് പറയാം. 1763 പാരീസ് ഉടമ്പടി പ്രകാരമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. ഇത് പ്രകാരം ചന്ദ്രനഗർ, മാഹി, പോണ്ടിച്ചേരി എന്നിവ ഫ്രാൻസിന് തിരികെ ലഭിച്ചു. മാഹിയും പോണ്ടിച്ചേരിയൊക്കെ എവിടെയെന്ന് നമുക്കറിയാം. ചന്ദ്രനഗർ ബംഗാളിലായിരുന്നു കേട്ടോ, അതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഈ കർണാട്ടിക് യുദ്ധങ്ങളുടെ ഫലമായിട്ടാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ കേന്ദ്രം മാഹിയായിരുന്നെന്ന് പറഞ്ഞു. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇത് മാഹി പോലുള്ള ഫ്രഞ്ച് അധീനത പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവർക്കൊന്നത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇരിക്കെയാണ് 1948 ഐക്യം കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മാഹി വിമോചന പ്രസ്ഥാനം നടക്കുന്നത്. 1948 ഒക്ടോബർ 28 ഫ്രഞ്ചുകാർ മാഹി വിമോചന പ്രസ്ഥാനത്തെ അടിച്ചമർത്തി. പക്ഷേ ഇതോടുകൂടി നിർത്തിയില്ല. അവർ പിന്നെയും ഫ്രഞ്ചുകാർക്കെതിരെ പിന്നെയും അക്രമങ്ങൾക്ക് തുടർന്നു. അവസാനം ഇതൊക്കെ കണ്ടു മടുത്ത ഫ്രഞ്ചുകാർ 1954 ജൂലൈ 16 നീണ്ട 233 വർഷത്തെ ഭരണത്തിന് ശേഷം മാഹി വിട്ടു. പിന്നീട് ഐക്യ കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള 15-അംഗ ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഐക്യ കുമാരൻ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതാണ് മയ്യഴി വിമോചന സമരം അല്ലെങ്കിൽ മാഹി വിമോചന പ്രസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അവസാനം വന്ന യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664 മാഹിയായിരുന്നു കേരളത്തിലെ പ്രധാന കേന്ദ്രം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളോടുകൂടിയാണ് ഫ്രാൻസിൻ്റെ ശക്തി ക്ഷയിക്കുന്നത്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് 1954 മാഹി ഫ്രഞ്ചുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഐക്യ കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മാഹി വിമോചന പ്രസ്ഥാനം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.